സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീറോ സ്പീഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കോസ്റ്റ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ടൊരു മൈൻക്രാഫ്റ്റ് സെർവർ ഉണ്ടാക്കാമെന്നാണ്. 24/7 ക്രോസ് പ്ലേ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ അടിച്ചിട്ട് പൊട്ടിച്ചേക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് അറ്റർനോസ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ബ്ലൂ കളർ ഇതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്ലേ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ പ്ലേ എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനു മുമ്പ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ സൈറ്റ് അപ്പ് വിത്ത് ഗൂഗിൾ നിൽക്കുക. ഓക്കെ, ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ബ്ലർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ട ജിമെയിലും കാര്യങ്ങളൊക്കെ എടുക്കുക. എല്ലാ കണ്ടൻറ്റും എടുത്ത് വിടുക. ഓക്കെ, ഇവിടെ നമ്മൾ യൂസർ നെയിമാണ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. അപ്പോൾ സ്പീഡിൽ നിന്ന് ജസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആൾറെഡി എൻ്റേഡ് ആണ്. നമുക്ക് 2 വഴി കൂടി കൂട്ടാം. ഇത് 4 വഴി. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പേരങ്ങോട്ട് സെറ്റാക്കാം. പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് ക്രിയേറ്റ് സെർവർ എന്ന് എടുക്കുക. ജാവ എഡിഷൻ വേണ്ടവർക്ക് ജാവ എഡിഷൻ എടുക്കുക. ബെഡ്റോക്ക് എഡിഷൻ ഉള്ളവർക്ക് ബെഡ്റോക്ക് എഡിഷൻ എടുക്കുക. ഇത് ക്രോസ് പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ ജാവ എഡിഷനാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവറിൻ്റെ പേര് മാറ്റാൻ കഴിയും. സെർവറിൻ്റെ പേര് ടെസ്റ്റിംഗ് എന്ന് എടുക്കുക. ഓക്കെ, ടെസ്റ്റിംഗ്. എന്നിട്ട് ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ബാക്കപ്പ് വേണ്ടാത്തതാണ്, ഞാൻ സ്കിപ്പ് അടിച്ച് പോകും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇതൊക്കെ സെറ്റുണ്ട്, സെർവറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഓക്കെ, ഇതിൽ കാണുന്ന ഈ ചേഞ്ച് എന്നുള്ളത് നിൽക്കുക. എന്നിട്ട് ഇവിടെ പേപ്പർ ബക്കറ്റ് എന്നുണ്ടാകും. ഈ പേപ്പർ ബക്കറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വെർഷൻ എടുക്കുക. ഞാൻ അപ്പോൾ അതാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് നിൽക്കുക. എന്നിട്ട് ഇവിടെ യെസ് റീഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ഡൗൺലോഡ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ അടിയിൽ കാണുന്ന സെർവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഒന്നുകൂടി സെർവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ നോക്കുമ്പോൾ പേപ്പർ MC എന്നായിട്ടുണ്ടാവും. ഇനി കുറച്ച് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ പ്ലഗിൻസ് എന്നുള്ളത് നിൽക്കുക. നിങ്ങൾക്കിതിൽ സെർവറിന് ലാഗൊന്നും പാടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലിയർ ലാഗൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഗെയ്സർ MC ആവശ്യമുള്ളൊരു സംഭവമാണ്. അതൊന്ന് ആഡ് ചെയ്യുക. ആ പ്ലഗിനൊന്ന് ആഡ് ചെയ്യുക. ഓക്കെ, വേഗാവ് എൻ്റെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട പ്ലഗിനെ വെച്ചാൽ വിയ നടിച്ചാൽ തന്നെ വരും. ഓക്കെ, വരട്ടെ. ഓക്കെ, വിയ വെർഷൻ, വിയ ബാക്ക്വേർഡ് എന്നുണ്ട്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇത് രണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. സ്നാപ്ഷോട്ട് ആയാലും എന്തായാലും ചെയ്യണമെന്നില്ല, ഏതായാലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് രണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ഈ മെയിൻ പേജിലേക്ക് വരാം. എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സെർവർ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് വൈറ്റ് ലിസ്റ്റ് വേണമെങ്കിൽ വൈറ്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പോൾ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് വെറുതെ അതൊന്നും എടുക്കണ്ട. പിന്നെ ഈ ക്രാക്ക്ഡ് പറഞ്ഞാൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് ക്യാഷ് എടുത്തിട്ട് ബൈ ചെയ്യാത്തവർക്ക്, ക്രാക്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അത് അലോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടിക്കുള്ളതൊന്നും മെയിൻ ആക്കണ്ട. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെർവറിൻ്റെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇടാം. ഇവിടെ പോയിട്ട് വൺ സ്ലീപ്പ് എന്നൊക്കെ അടിച്ച് പ്ലഗിൻസിൽ വൺ സ്ലീപ്പ് അടിച്ചാൽ ഒരാൾക്ക് സ്ലീപ്പ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ കാര്യം, ഈ സെർവറിൽ ക്ലിക്ക് ചെയ്തിട്ട് വേർഡ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സീഡും ഇതൊക്കെ കാണും. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ്. ഞാനിപ്പോൾ വെറുതെ ഒന്നും ഡൗൺലോഡ് ചെയ്ത് കൂട്ടുന്നില്ല, വെറുതെ ലാഗാക്കണമല്ലോ. പിന്നെ ഒന്നുകൂടി സെർവർ ക്ലിക്ക് ചെയ്തിട്ട് കൺസോൾ എന്നുള്ളത് വെക്കുക. ഇപ്പോൾ സെർവർ ഓഫ്ലൈൻ ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇവിടെയാണ് കോർഡിനേറ്റ്സ് കാണിക്കാനുള്ള ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. 24x7 ആക്കുന്നത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്, ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.